സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ മുത്തശ്ശൻ ഭയങ്കര സന്തോഷത്തിലാണ്. ജ്വല്ലറിയിൽ കളക്ഷന് ഏറ്റവും നല്ലത് ആയിട്ട് പോവുകയും അതുപോലെ തന്നെ ജ്വല്ലറിയെ തോൽപ്പിക്കുകയും ചെയ്തതിൻ്റെ വകയായിട്ട് എല്ലാവരും ഭയങ്കര കുടുംബത്തിൽ സന്തോഷത്തിലിരിക്കുക. അതിന് ഏറ്റവും നല്ല ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നയനയ്ക്കാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശൻ നയനയും കൂടെ പറയുന്നുണ്ട്. എന്തായാലും മുത്തശ്ശിനെ സന്തോഷമായി കാണും. എന്തായാലും എല്ലാ ചാനലിലും അത് കാണുമല്ലോ, ടി വിയിൽ തന്നെ നമുക്ക് കണ്ടു കാണുമല്ലോ എന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനി പറയുക, എന്തായാലും വീട്ടിലെ മുത്തശ്ശിനെ ഭയങ്കര സന്തോഷമാണ്. മുത്തശ്ശൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇതിന് എല്ലാത്തിനും കാരണം ആ ഡിസൈൻ ചെയ്ത നേനി ചേച്ചിക്കാന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിന് ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ആദർശിന് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. ആദർശാണെങ്കിൽ അങ്ങനെ അമ്പലത്തിൽ പോവുകയാണ്, ആദർശ് നയനയും കൂടി. ആ സമയത്ത് ആദർശ് മുത്തശ്ശിനെ കാണാനിടയാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശൻ കണ്ട് സംസാരിക്കുന്നുണ്ട്, വലിയ വിളിക്കുക. അപ്പോഴത്തേക്ക് ആദർശിന് ഭയങ്കരമായിട്ട് ഇത് മുത്തശ്ശനാണോ വിളിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുക, എന്തായാലും വളരെ ഒരു നല്ലൊരു സ്വീകരണം തന്ന് നിങ്ങളെ അങ്ങോട്ട് തറവാട്ടിലോട്ട് വിളിക്കാൻ ഞാൻ നോക്കിയിരിക്കുക. എന്തായാലും നിങ്ങൾ രണ്ടുപേരും വരണം, ഞാൻ അറിയിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും തന്നെ ഞെട്ടലോടെ ഒരു സന്തോഷപൂർണ്ണമായിട്ട് നിൽക്കുന്ന ആദർശിനെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നയനയും കണ്ടപ്പോഴത്തേക്കും അതിശയത്തോടെ നോക്കുന്നുണ്ട് ആദർശ്. എന്തായാലും പറഞ്ഞത് കേട്ടോ, മുത്തശ്ശി ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുക, ഇനി വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ് എല്ലാത്തിനും നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്ന് തന്നെ പറയാം എന്ന് നയന പറയുന്നുണ്ട്. എന്തായാലും നിൻ്റെ പ്രാർത്ഥന കേട്ടു, ഇല്ല നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുക, അത് ഇപ്പോഴായിരുന്നാലും സത്യസന്ധത അത് എപ്പോഴേ ജയിക്കുകയുള്ളൂ, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്ന് പറയുന്നുണ്ട്. എന്തായാലും നാഗരാജനെക്കാണ് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അയാളുടെ ആ ഒരു പേരിലെ തന്നെ ഉണ്ട് ഒരു കുരുട്ട് ബുദ്ധി. അതുപോലെ തന്നെ എനിക്കൊന്ന് കണ്ട് രണ്ട് വർത്തമാനം പറയണം അയാളടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് മുത്തശ്ശൻ പോയിട്ട് ലെവലൊരു അടി കൊടുത്തിട്ട് പറയുക, നീയാണെങ്കിൽ ഇത്രയും ദിവസം കള്ളം കാണിച്ചത് ഞങ്ങളാരും അറിയില്ല എന്ന് വിചാരിച്ചോ, എത്ര വലിയ തെറ്റായിരുന്നാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും രാജ് പറയുക, എന്തായാലും നിങ്ങൾക്ക് ഒരു വിജയമനല്ലേ കഴിഞ്ഞുള്ളൂ, ഇനി എന്തുമാത്രം കിടക്കുന്നു, അതിനി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, ഇനിയും തുടർച്ചയായിട്ട് നമ്മളാണെങ്കിൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുക, ഓരോ കാര്യത്തിലും ഞാൻ നിന്നെ ആശ്രയിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളെ കൂടെ ഞാൻ പുറത്താക്കിയിട്ടുണ്ട്, പക്ഷേ എല്ലാ സത്യങ്ങളും ഒരു നാൾ പറയുമെന്നറിഞ്ഞില്ലേ, അതുപോലെ തന്നെ അറിഞ്ഞു. എനിക്കതിൽ ഏറ്റവും വലിയ സന്തോഷമായിരിക്കുന്ന ഞാനാ. എന്തായാലും നമ്മുടെ ജ്വല്ലറിയിലെ ആ ഒരു കളക്ഷൻസ് അത് ഏറ്റവും നല്ലതായിട്ട് ചെയ്ത മോക്ക് ഞാൻ ഒരു വല്ലാത്ത ഒരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്നുണ്ട്, നീ അത് അതിശയിച്ച് നോക്കി നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കാണെങ്കിൽ ഒന്നും അറിയേണ്ട കാര്യമില്ല, നമ്മളെ വിജയമാണ് നമുക്ക് ഏറ്റവും വലുത്. പക്ഷേ ഒരു ചെറിയ തോൽവി തോറ്റെന്ന് പറഞ്ഞ് നമ്മൾ പുറകോട്ട് പോകുമെന്ന് വിചാരിക്കേണ്ട എന്ന് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുക, എത്ര ഇതായിരുന്നാലും തോൽവികൾ വന്നിരുന്നാലും നിങ്ങൾക്ക് ഒന്നും പഠിക്കില്ല എന്ന് മനസ്സിലാക്കിക്കോന്നേ, ഇനിയെങ്കിൽ സത്യസന്ധമായിട്ട് ജീവിക്കാൻ പഠിക്കുന്നേ, എന്നാൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് മുത്തശ്ശൻ്റെ അടുത്ത് വീണ്ടും പറയുക, നിങ്ങളെ കുടുംബത്തിൽ വിജയം നടന്നതുകൊണ്ടായിരിക്കും എല്ലാം ഛന്നഭിന്നമായിട്ട് പല വഴിക്ക് പോയത്. ഇനിയിപ്പം അനിയുടെ കല്യാണം കണ്ടില്ലേ, ഏത് നിലയിലാവുമെന്ന് മനസ്സിലാകാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് മുത്തശ്ശൻ പറയുക, നിൻ്റെ ആണെങ്കിൽ ഒരു തീരുമാനം ഞങ്ങൾക്ക് അറിയണ്ട, ഞങ്ങൾ തീരുമാനിക്കുക ഓരോ കാര്യങ്ങൾ, അതുപോലെ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കേണ്ട കാര്യം നിനക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. ഇത് കേട്ടുകൊണ്ട് ഞെട്ടിയിരിക്കുക എല്ലാവരും. എന്തായാലും ഇങ്ങനെ വരുമെന്നോ പറയുമെന്നോ ഇങ്ങനെ അടി തരുമെന്നോ ആരും പ്രതീക്ഷിച്ചില്ല.
അത് തന്നെ ഒരു സർപ്രൈസായിട്ടിരിക്കുക അവരുടെ വീട്ടുകാർക്ക്. എന്തായാലും ഈ ജ്വല്ലറിയുടെ തകർച്ച തന്നെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു തീരുമാനത്തിൽ മുത്തശ്ശി എത്തുകയും അതുപോലെ മുത്തശ്ശിയുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദുവാണെങ്കിൽ അനിയെ ഫോൺ വിളിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വിജയം ഒന്ന് ആഘോഷിക്കുക ചെയ്യണം.